ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തെളിവുകൂടി പുറത്തു വരാൻ തുടങ്ങി. ഹിസ്ബുള്ളയുടെയും ISISന്റെയും ഇറാന്റെയും ഈ ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുണ്ട് അവിടെ ശരിക്കും. അതാണിത് വർക്കൗട്ട് ചെയ്തത്. അതേപോലെ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു, അഹമ്മദ് അൽ അഹമ്മദ് ഒരു മുസ്ലിമാണ് രക്ഷപ്പെടുത്തിയത്. അയാൾ മുസ്ലിമാണ്, അല്ല, മൊറാനായിട്ട് ക്രിസ്ത്യനാണ് അയാൾ. എങ്ങനെ ആ സംഭവം നിങ്ങൾക്കറിയാം? ഇത് 4-ാം നൂറ്റാണ്ടിലുണ്ടായ ക്രിസ്ത്യൻ ഒരു ചർച്ചാണിത്. ലെബനൻ, സിറിയ ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അവര് ഈ മുസ്ലാം ഉണ്ടായ മുഹമ്മദ് 6-ാം നൂറ്റാണ്ട് അതിനു മുമ്പ് ഉണ്ടായ ചർച്ചാണ് ഇവർ. ഇയാൾ ഈ ലെബനൻകാരനായിരുന്നു അഹമ്മദ് അൽ അഹമ്മദ്. അയാൾ അവിടെ പെർസിക്യൂഷൻ, അയാൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല, പ്രശ്നമുണ്ടാക്കി. അതിൻ്റെ പേരിൽ അയാൾ പേടിച്ചോടിയാണ് അയാൾ ഓസ്ട്രേലിയ വരുന്നത്. അതാണ് അയാളുടെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മൊറനായിട്ട് ഇവരെന്തുകൊണ്ടാണ് ഇവരുടെ പേരൊക്കെ മുസ്ലിമാക്കി വെച്ചിരിക്കുന്നത്? കാരണം അല്ലെങ്കിൽ ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്ത്യൻ ഐഡന്റിറ്റി കാണിക്കാൻ പേടിയും. അതേപോലെ പെർസിക്യൂഷനാണ് ഈ പറയുന്ന സിറിയയിലും ലെബനിലും മറ്റുള്ള രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ചാടിക്കറി അങ്ങനെയല്ല പറയാം, എന്തുവാ സംഭവിച്ചതെന്ന് പറയാം. ഇതാണ് യാഥാർത്ഥ്യം ഞാൻ പറയാൻ പോകുന്നത്. ഈ ഓസ്ട്രേലിയയിലുണ്ടായ ത്രെറ്റിന്റെ തൊട്ട് മുമ്പിൽ, അതായത് ഭീകരാക്രമണം നടന്നതിന് തൊട്ട് മുമ്പിൽ ഇന്ത്യയിലും ഉണ്ടായി. അതായത് റെഡ് ഫോർട്ട് ഉണ്ടായി, ഫാൽഗാം ഉണ്ടായി. അപ്പോൾ അതിനകത്ത് എത്ര പേരാ മരിച്ചത്? അതേപോലെ തന്നെ കാശ്മീരിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് അവിടെ പോലീസിന്റെ അബദ്ധമാണെന്ന് പറയുന്നത്, അന്നും അവിടെ ബോംബ് കൂട്ടി ഏകദേശം 10-18 പേരെ കൊണ്ട് മരിച്ചു. ഒത്തിരി പേര് ഇൻജേർഡായി, പോലീസുകാർ ഉൾപ്പെടെ. അതായത് ടെറർ എന്ന് പറയുന്ന, ഇസ്ലാമിക ടെറർ എന്ന് പറയുന്നത് 1 ദിവസമോ 2 ദിവസമോ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇതിനെ വൈപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ലോങ് ടേം പോളിസിയിലാണ് കൊണ്ടുവരേണ്ടത്. അതായത് ഇവരെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ആ സംഭവത്തിൻ്റെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മനുഷ്യത്വപരമാക്കി മാറ്റണം. മറ്റുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന രീതിയിലാക്കി മാറ്റിയില്ല എങ്കിൽ ഇതിനൊരു അന്തവും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു വിഭാഗമായി ഇതിനെ മാറ്റിയതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പല ജനാധിപത്യ രാജ്യങ്ങൾക്കും ഈ ലിബറൽ കൺട്രോൾ എന്ന് പറയുന്ന അവർക്കും ഒക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദി.